The working capital, the working capital. നമസ്കാരം. ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ വീണ്ടും ചെയ്യണം എന്ന് കരുതിയതല്ല. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പത്രിക, സാധാരണ പറയുന്നത് പ്രകടന പത്രിക എന്നാണ്, കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾ കൂടുതലും വിശദീകരിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഇവിടെ അടുത്ത 5 വർഷം ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷം നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ അറിയാതെ പോയാൽ, അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വോട്ട് നിഷേധിച്ചാൽ അത് വലിയൊരു പാതകമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തണം എന്നെനിക്ക് തോന്നിയത്. വളരെ ചെറിയ വിഷയമെന്ന് തോന്നാവുന്ന കാര്യം പോലും കൃത്യമായ തീയതിയുടെ അടിസ്ഥാനത്തിൽ സമയം നിശ്ചയിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ പ്രചരണം, ജനങ്ങളുടെ ഇടയിൽ പ്രചരണവുമായി ഞങ്ങൾ പോകുമ്പോൾ ഉള്ളൊരു ആരോപണമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾ സാധാരണ ചെയ്യാത്തൊരു കാര്യമാണല്ലോ. എനിക്കുള്ളൊരു മറുപടി, നമ്മൾ കഴിഞ്ഞ 20 വർഷത്തെ അനുഭവം പരിശോധിച്ചാൽ ആദ്യത്തെ 10 വർഷം UPA ഗവൺമെൻറ് ആയിരുന്നു. ഏറ്റവും വലിയ അഴിമതികളുടെ ഒരു കൂത്തരങ്ങായിരുന്നു ആ 2 ടേമും. പിന്നീട് വന്ന മോഡി സർക്കാരിൻ്റെ 10 വർഷം നമ്മൾ 19 MPമാരെയാണ് നൽകിയത്. കേരളത്തിൽ നിന്ന് 19 MPമാരെ നൽകി. 20ാമത്തെ MP കേരളത്തിലെ ഇന്നത്തെ ഭരണപക്ഷത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. ഈ 19 പേർക്ക് കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്തെങ്കിലും കേരളത്തിന് ചെയ്യാൻ പറ്റിയോ? ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളമല്ല പ്രധാനമന്ത്രി ആരാണെന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം ആരാണെന്നോ തീരുമാനിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പല്ല. നമുക്ക് 20 സീറ്റുണ്ട്. മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പോകുന്ന തരത്തിൽ തീരുമാനമെടുക്കാനേ പറ്റുകയുള്ളൂ. പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന ആരാണ്? ഉത്തർപ്രദേശ് 80 സീറ്റ്, ബീഹാർ 40 സീറ്റ്, മഹാരാഷ്ട്ര 48 സീറ്റ്, ഇങ്ങനെ രാജസ്ഥാൻ 25 സീറ്റ്, ഗുജറാത്ത് 22 സീറ്റ്. ഇത്രയും സീറ്റുകളുടെ തീരുമാനമാകുമ്പോൾ പ്രധാനമന്ത്രി ആരാണെന്നും ഭരണകൂടം ആരാണെന്നും തീരുമാനിക്കും. കേരളത്തിന് വലിയ റോൾ അതിനകത്തില്ല. അപ്പോൾ കേരളം 20 MPമാരെയും കോൺഗ്രസ് UDFനോ LDFനോ വീതം വെച്ച് കൊടുത്താലും അടുത്ത 5 വർഷം നമുക്കൊന്നുമില്ലാതെ പട്ടിണി കിടക്കുന്ന പരുവത്തിലായി പോകും. അതേ സമയത്ത് സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന 2 സംസ്ഥാനങ്ങളാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയും തമിഴ്നാടും. അവരവരുടെ കഴിവുകൊണ്ട് കേന്ദ്ര വിരുദ്ധ ഭരണകൂടങ്ങളായാൽ പോലും അവർ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ കേന്ദ്രത്തിൻ്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു നിക്ഷേപവും വരില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ നിക്ഷേപം പോകുന്നത് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമൊക്കെയാണ്. എന്തുകൊണ്ടാണ്? ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന MPമാർ അവിടെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ പാഴാക്കിയെങ്കിൽ ഇനിയും അതുണ്ടാവാതിരിക്കാൻ കൃത്യമായും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എണ്ണമിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. എന്തുകൊണ്ട് ഇദ്ദേഹം പരാജയപ്പെട്ടു പോയാൽ ഈ നഗരത്തിനും ഈ ജില്ലയ്ക്കും ഉണ്ടാകുന്ന നഷ്ടം എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ വീണ്ടും വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഓടിച്ചൊന്ന് പറയാം. വലിയതറ കടൽപ്പാലം മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായി അവർക്ക് കത്തയച്ചതാണ്. അത് സംരക്ഷിക്കുവാനുള്ള നടപടി, ഒരു ടെൻഡർ വിളിച്ചു. അതിൻ്റെ മുകൾ വശം സംരക്ഷിക്കാനാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മുകൾ വശമല്ല, അതിൻ്റെ തൂണുകളാണ് സംരക്ഷിക്കേണ്ടത്. അത് ചെവിക്കൊണ്ടില്ല. എന്ത് പറ്റി? തൂണുകൾ പൊളിഞ്ഞ് പാലം 2ആയി. അപ്പോൾ ചെയ്യേണ്ട കാര്യം മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ട് വന്ന നഷ്ടം ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തെ ഞങ്ങൾ നിർബന്ധമായിട്ടും ഇത്തരം കാര്യം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. 8 മാസത്തിനുള്ളിൽ, സംസ്ഥാന വിഷയമാണ്, കേന്ദ്ര വിഷയമല്ല, എന്നാലും 8 മാസത്തിനുള്ളിൽ അദ്ദേഹം പൂർത്തിയാക്കാം, അതിൻ്റെ നവീകരണം പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. അതുപോലെ നിരവധിയായ കാര്യം, സമുദ്രബദ്ധിയായ വ്യവസായങ്ങൾ, തൊഴിൽ നേടാൻ തീരദേശവാസികൾക്ക് പരിശീലനം നൽകും. ലോജിസ്റ്റിക്സ്, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, കോൾഡ് സ്റ്റോറേജ്, റീഫർ ട്രക്കുകൾ ആരംഭിക്കും. മണ്ണെണ്ണ ഇതര ഇന്ധനത്തിലേക്ക് മാറുവാൻ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ പ്രത്യേക പദ്ധതികൾ. പുതിയ മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനം വിഴിഞ്ഞം തുറമുഖം വഴി നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. അതാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര അന്തർദേശീയ വിമാന കണക്ടിവിറ്റി മെച്ചപ്പെടുത്തും. മെട്രോ റെയിൽ, ഇത്രയും നാൾ മുടങ്ങിക്കിടന്ന മെട്രോ ലൈനിൻ്റെ ലീഡർഷിപ്പ് അദ്ദേഹം ഏറ്റെടുക്കും.
തിരുവനന്തപുരം അംബാസമുദ്രം എത്രയോ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോഡ് കണക്ടിവിറ്റിയാണ് തിരുവനന്തപുരം അംബാസമുദ്രം തിരുനെൽവേലി പാത. നെയ്യാറ്റിൻകര പാറശാല ഭാഗത്ത് പുതിയ ടെക്നോ പാർക്ക് സംസ്ഥാനത്തിന്റെ സബ്ജക്റ്റാണ്, പക്ഷേ കേന്ദ്രം മുൻകൈയെടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. 3 ദിവസത്തെ ടെക്നോളജി ഇന്നവേഷൻ ഉച്ചകോടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് സിസ്റ്റംസ് മാനുഫാക്ചറിംഗ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ഇത് ഇന്ന് വരെ നമുക്ക് ആർക്കെങ്കിലും കേന്ദ്രം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടോ? സംസ്ഥാനം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വാഗ്ദാനം ചെയ്യുന്നു. ഭാരത് സെമികണ്ടക്ടർ റിസർച്ച് സെന്റർ, ഫ്യൂച്ചർ ലാബ്സ്, AI ലാബ്സ് ഫോർ യങ് ജനറേഷൻ, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. ഇത്രയും നാളായിട്ട് വിഴിഞ്ഞം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പോലും ഇവിടെ നടന്നിട്ടില്ല. സ്പേസ് ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സോൺ, ഇവിടെ ഒരു സ്പേസ് പാർക്കുണ്ട്. ഒരു പൈസയുടെ ഉൽപ്പാദനം പോലും ഇതുവരെ നടന്നിട്ടില്ല. അദ്ദേഹം അത് ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മെയ്ഡ് ഇൻ ട്രിവാൻഡ്രം പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ ഫെസ്റ്റ്, ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രം ടൂറിസം മേള പങ്കാളിത്തം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ. എയിംസ്, എത്രയോ ദീർഘനാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എയിംസ് തിരുവനന്തപുരത്ത് നിന്ന് മാറി കാസർഗോഡും കോഴിക്കോടും ഒക്കെ പരിഗണിക്കപ്പെട്ടത് തിരിച്ചദ്ദേഹം പിടിച്ചുകൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഫാർമ റിസർച്ച് ലാബ്, ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഉൽപാദനം, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ബയോ ഫൗണ്ടറി പ്ലാന്റ്, മറൈൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ദീർഘനാളായി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും ആരംഭിക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹം ആരംഭിക്കാമെന്ന് വാഗ്ദാനം തരുന്നു. തിരുവനന്തപുരത്ത് കപ്പൽശാല, വിഴിഞ്ഞത്ത് ക്രൂയിസ് ടെർമിനൽ, ഇൻഡസ്ട്രിയൽ സെമി കണ്ടക്ടർ ഹബ്ബ്. ഇത് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമൊക്കെ ടാറ്റ തുടങ്ങിയെന്ന് പറഞ്ഞ് ആസാമിൽ വരെ ടാറ്റ തുടങ്ങിയ അതുപോലുള്ള ഇൻഡസ്ട്രിയൽ സെമി കണ്ടക്ടർ ഹബ്ബ് തിരുവനന്തപുരത്ത് കൊണ്ടുവരും. സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ കഴക്കൂട്ടത്ത്, യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ്, മറൈൻ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന ചക്ക, കപ്പ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷൻ. ഇത് അദ്ദേഹത്തിന്റെ നിരവധിയായ വാഗ്ദാനങ്ങളിൽ നിന്ന് എനിക്ക് താല്പര്യമുള്ളത് ഞാൻ കുറച്ച് എണ്ണിപ്പെറുക്കി എടുത്തതാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്രയും ബൃഹത്തായ പദ്ധതികൾ അടുത്ത 5 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മൾ മിസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകമായിരിക്കും, നമ്മളോടല്ല വരും തലമുറയോട്. അതുകൊണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ ഇത് കാണുന്നവർ ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.